friends, welcome to Ithiris Media Mix. Ithiris Media Mixil ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യുന്നത് പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്ന ലഡ്ഡു ആണ്. എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. പപ്പായ ലഡ്ഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. പപ്പായ ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. വളരെ വലിയ കനമൊന്നും വേണ്ട. നമുക്കിനി ഈ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ എല്ലാം മുറിച്ച് ഇതേപോലെ എടുക്കാം. പപ്പായ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടിയാൽ മതി. നമുക്ക് ഒരുപാട് വലിയ കട്ടിയിലൊന്നും വേണ്ട. ഇതേപോലെ കിട്ടിയാൽ മതി. കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് പപ്പായ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കാം. ഇതേപോലെ നമുക്ക് വെള്ളം ഊറ്റി മാറ്റിയെടുക്കാം. പപ്പായ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ലഡ്ഡു തയ്യാറാക്കാം. ലഡ്ഡു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ നെയ്യിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെയ്ക്കകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കാം. ഇപ്പോൾ പപ്പായ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 100 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് കുറുകി കുറച്ചൊന്ന് കട്ടിയാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ കുറുകി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്താൽ മതി, ചെറിയൊരു ഫ്ലേവറിന് മാത്രം. ഒരുപാടൊന്നും ചേർക്കരുത്, പുളിപ്പ് കൂടി പോകും. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ജീരകം പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കാം നമുക്കൊരല്പം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. അതിന്റെ ആ കൂട്ടൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ പപ്പായ കൂട്ട് നല്ലതുപോലെ പാകമായിട്ടുണ്ട്. ഇതുപോലെ ഇതാണ് അതിന്റെ ഒരു കണക്ക്. ഈ ഒരു പാകത്തിൽ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഇത് നന്നായി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പപ്പായ കൂട്ട് നന്നായിട്ട് തണുത്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡ്ഡു ആക്കി ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടി എടുക്കാം. കണ്ടോ, ഇതാണ് അതിന്റെ ആ ഒരു പരുവം. ഇപ്പൊ ലഡ്ഡു ആയിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടി മാറ്റിവെക്കാം. ഇതെല്ലാം നമുക്ക് അതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡു റെഡി ആയിരിക്കുകയാണ്. പപ്പായ ലഡ്ഡു റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത് തയ്യാർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തിരിസ് മീഡിയ മിക്സ്. ബൈ.